ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കനും മീനും ബീഫും മുട്ടയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു പ്ലേറ്റ് നിറയെ പൊരിച്ചു കൊണ്ടുവച്ചാൽ നിമിഷ നേരം കൊണ്ട് പ്ലേറ്റ് കാലിയാവും. അത്രയും ടേസ്റ്റുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിതാ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കോളിഫ്ലവർ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത കോളിഫ്ലവർ മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഒരുപാടൊന്നും വെന്തു പോകരുത്. 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. 1 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതുപോലൊരു അരിപ്പക്കയിൽ കൊണ്ട് ഇതൊന്ന് കോരിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെള്ളം ഊറ്റിക്കളയുക. അങ്ങനെ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂട് പോകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം ഒന്ന് ചൂട് പോയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ നനവ് കുറവുണ്ടെങ്കിൽ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് കുറച്ച് കോൺഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ കോളിഫ്ലവർ ഉണ്ടല്ലോ അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഈ ഒരു കോൺഫ്ലാക്സിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. പണിയും കുറവാണ്. പിന്നെ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. കോളിഫ്ലവർ എല്ലാം കോൺഫ്ലാക്സിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് റെഡിയാക്കിയെടുത്ത കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. കോൺഫ്ലാക്സ് ആണല്ലോ മുകളിലുള്ളത്. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇടുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലൊരു കളറായി വരും. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോളിഫ്ലവർ കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ മക്കളെല്ലാം കഴിച്ചോളും.
മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.